ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയുള്ള നല്ലൊരു അച്ചാറാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മാങ്ങച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മാങ്ങ നല്ലോണം കഴുകി എടുത്തിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളക്കം നല്ലോണം ഒന്ന് തുടച്ചിട്ട് കൂടെ എടുത്തിട്ടുള്ള മാങ്ങയാണ്. ഇനി ഇത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. അപ്പോൾ ഞാനിത് മാങ്ങ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് കേട്ടോ മാങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു അച്ചാറിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വലിയൊരു കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഉലുവയും കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കുക. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഉലുവയും 1 ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു കടുകും ഉലുവൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരുന്നത് വരയ്ക്ക് പോകാൻ കേട്ടോ. അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കും കൂടെ വേണം കേട്ടോ. അതിന് ശേഷം അതേ ഉരുളിയിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചതച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു അച്ചാർ കുറേ നാളൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണ എടുക്കണതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊന്നും ചീത്തയായി പോകുന്നില്ല. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണല്ല. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പല വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളും മാങ്ങ വിഭവങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. മാങ്ങച്ചാറൊക്കെ പലതരത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങച്ചാറാണിത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടുകും ഉലുവ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കായംപൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും സാധാ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ, നല്ല എരിവുള്ള മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു കൊഴുപ്പുണ്ടാവും, പിന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലയെന്ന് കരുതിയിട്ട് അച്ചാർ ഉണ്ടാക്കാണ്ടിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നല്ലോണമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. ഇതിലേക്ക് നമുക്ക് വിനിഗർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വിനിഗറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നീട് നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനിഗറൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഡ്രൈ ആയ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വിനിഗറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഞാനിതിലേക്ക് കുറച്ചും കൂടെ വിനിഗറൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ചെറുതായിട്ട് മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഈ ഒരു മാങ്ങ അച്ചാർ നമ്മൾ കഴിക്കുന്ന സമയത്ത് മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ ആയിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വിനിഗറും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്ര മതി കേട്ടോ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാങ്ങാച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു മാങ്ങാച്ചാർ നമുക്ക് തയ്യാറാക്കി ഉടനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് പാകമാവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ ചെറുതായിട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കാരണം തന്നെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നല്ലോണം ചൂടൊന്ന് ആറിയതിന് ശേഷം ഒരു ബോട്ടിൽ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്